നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ജന്മദിനം എന്നതുകൊണ്ട് ജനിച്ച ദിവസം എന്നാണ് അർത്ഥം. എന്നാൽ ഹിന്ദുമത വിശ്വാസപ്രകാരം ജനിച്ച നാൾ അഥവാ ജന്മനക്ഷത്രം വരുന്ന ദിവസത്തിനാണ് പ്രാധാന്യം. ഓരോ ജന്മനാളും പുണ്യകർമ്മങ്ങൾ ചെയ്തും അഹിംസ പാലിച്ചും ക്ഷേത്ര ദർശനം ചെയ്തും കഷ്ടകാലങ്ങളെ തരണം ചെയ്യണമെന്നാണ് വിശ്വാസം. ഭഗവത്ഗീതയെ പോലെ നിരവധി പഠനങ്ങളും വ്യാഖ്യാനങ്ങളും സൗന്ദര്യലഹരിക്കും ഉണ്ടായിട്ടുണ്ട്. അതിലെ ഓരോ ശ്ലോകവും പാരായണം ചെയ്യുന്നത് ഓരോ വിശേഷ ഫലങ്ങൾ നൽകും. എന്നാൽ കഠിന സംസ്കൃത പദങ്ങളാൽ എഴുതപ്പെട്ടിട്ടുള്ള ഈ കൃതി സാധാരണക്കാർക്ക് അർത്ഥമറിഞ്ഞ് വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഏതായാലും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. दर्श दिखावो मेरे कृष्ण नंदन, दर्श दिखावो मेरे नंदलाला, दया करो मुझे कृपा करो कृष्ण नंदलाला नंदलाला. दर्श दिखावो मेरे कृष्ण नंदलाला, 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 दया करो मुझे कृष्ण गोपाल, दर्श दिखावो मेरे कृष्ण नंदलाला, दया करो मुझे कृष्ण गोपाल, दर्श दिखावो मेरे कृष्ण नंदलाला नंदलाला. देवकी नंदन दीन दयाल, देवकी नंदन दीन दयाल, मथुरा नाथ मदन गोपाल, देवकी नंदन दीन दयाल, मथुरा नाथ मदन गोपाल, कृष्ण नारायण कृष्ण नारायण कृष्ण नारायण कृष्ण नारायण सदा कृपाला, दया करो मुझे कृष्ण गोपाल, कृपा करो मुझे कृष्ण गोपाला गोपाला गोपाला.
दर्श दिखाओ मेरे कृष्ण नंद लाला, दर्श दिखाओ मेरे कृष्ण नंद लाला, दया करो मुझे कृष्ण गोपाला, कृपा करो मुझे कृष्ण गोपाला गोपाला गोपाला। देवकी नंदन दीन दयाल, देवकी नंदन दीन दयाल, मधुरानाद मदन गोपाल, मधुरानाद मदन गोपाल, मदन गोपाल, मदन गोपाल, मधुरानाद मदन गोपाल, कृष्ण नारायण कृष्ण नारायण कृष्ण नारायण, सदा कृपाला, दया करो मुझे कृष्ण गोपाला, कृपा करो मुझे कृष्ण गोपाला, दर्श दिखाओ मेरे कृष्ण लाला, दया करो मुझे कृष्ण गोपाला, दर्श दिखाओ मेरे कृष्ण नंदलाला, दर्श दिखाओ मेरे कृष्ण नंदलाला, दया करो मुझे कृपा करो, देवकी नंदन मदन कृष्ण नारायण कृष्ण नारायण, नंदलाला नंदलाला कृष्ण नंदलाला, 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 नंदा 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 नंदलाला, नंदा नंदा नंदलाला, नंदा 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 नंदलाला, नंदलाला कृष्ण नंदलाला, कृष्ण नंदलाला, कृष्ण വിഷ്ണുവിന്റെ പെരുവിരലിൽ നിന്നും ഉദ്ഭവിച്ച ദേവനദിയാണ് അളകനന്ദ. ഇത് ഭൂമിയിൽ ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. അളകനന്ദയുടെ ഉൽപ്പത്തി പരിണാമങ്ങളാണ് ഇന്നത്തെ കഥയമമയിൽ നമുക്കായി വിവരിക്കുന്നത്. എല്ലാ സജ്ജനങ്ങൾക്കും കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗംഗാമാതാവിനെ കുറിച്ച് നിരവധിയായിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടു. അമ്മയ്ക്ക് നിരവധിയായിട്ടുള്ള പേരുകളും ഉണ്ട്. അമ്മ ഭാരതത്തിൻ്റെ പല ദിക്കിലും പല പേരുകളിലുമാണ് സഞ്ചരിക്കുന്നത്. ആത്യന്തികമായിട്ട് അതെല്ലാം തന്നെ ഗംഗയുടെ മൂലസ്രോതസ്സാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്തിന്? നമ്മുടെ നാട്ടിൽ ഒരു നദി ഉണ്ടെങ്കിൽ ആ നദിയെപ്പോലും ഗംഗയായിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ടും പരിപാവനതയ്ക്ക് വേണ്ടിയിട്ടും പ്രയത്നിക്കണം എന്നാണ് അമ്മ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഗംഗാമാതാവിൻ്റെ മറ്റൊരു സ്വരൂപമായിട്ടുള്ള ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവഴിയായിട്ടുള്ള അളകനന്ദയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഗംഗ തന്നെ ആത്യന്തികമായിട്ട് അളകനന്ദ എന്ന് വിളിച്ചാലും അതും ഗംഗാമാതാവ് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഗംഗാമാതാവിൻ്റെ പിറവി ഉണ്ടാവുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു, ആകാശഗംഗയായിരുന്ന ആ ഗംഗയാണ് ആ ചന്ദ്രചൂടനായിട്ടുള്ള ഗംഗാധരനായിട്ടുള്ള മഹാദേവൻ്റെ ശിരസിലേക്ക് വന്ന് പതിക്കുന്നത്. അതിനു മുമ്പ് ഈ ഭഗവതിയുടെ ജനനം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ളത് ഭാഗവതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് മഹാബലിയുടെ കഥയുമായിട്ട് ഒരു ചെറിയ ബന്ധം ഉണ്ട് താനും.
അപ്പോൾ ആ കഥയിലേക്ക് നമുക്കിന്ന് കടന്നു ചെല്ലാം. അളകനന്ദയുടെ കഥയാണ്. ഈ കഥ നടക്കുന്നത് മഹാബലിയുടെ ഭരണകാലത്താണ്. അദ്ദേഹം ആ ഇന്ദ്രപദവി നേടാനുള്ള മഹത്തായിട്ടുള്ള യാഗം ചെയ്യുന്ന സമയമാണ്. ഭഗവാൻ വാമനമൂർത്തിയായിട്ട് ബലിയെ അനുഗ്രഹിക്കാൻ, ഒരിക്കലും ചവിട്ടി താഴ്ത്താനല്ല, ബലിയെ അനുഗ്രഹിക്കാനായിട്ട് ആ യാഗവേദിയിലേക്ക് കടന്നു വരുന്നതാണ് രംഗം. അപ്പോൾ ഇത്രയധികം ചൈതന്യമുള്ള ഒരു യുവാവിനെ കണ്ട്, ആ ബ്രാഹ്മണകുമാരനെ കണ്ട് യാഗം ചെയ്തിരുന്ന ബലി ഇന്ദ്രസേനൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നമസ്കരിച്ചു. അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങൾ ചെയ്തു കൊടുത്തു, എല്ലാ തരത്തിലുള്ള പൂജകളും അർപ്പിച്ചു. ഇതൊക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ശുക്രാചാര്യർ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അദ്ദേഹം പലപ്പോഴും ബലിയെ തടയുന്നുണ്ട്. ഈ നിൽക്കുന്നത് സാധാരണ ഒരു വാമനകുമാരനല്ല, ഇത് സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അവൻ നിന്റെ ഐശ്വര്യങ്ങളെ മുഴുവൻ മോഷ്ടിക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഇവനെ ഒരിക്കലും ഉപചരിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ബലി പറയുന്നത്, എൻ്റെ അടുത്തേക്ക് വരുന്നത് ആരായിരുന്നാലും അവരെ സ്നേഹത്തോടെ അവർക്ക് വേണ്ട ഉപഹാരങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ശീലമാണ്, എൻ്റെ ധർമ്മമാണ്. ഇത് മഹാവിഷ്ണു ആണെങ്കിലും അദ്ദേഹം എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടാണല്ലോ വന്നത്, അദ്ദേഹത്തെ നോക്കേണ്ട കർത്തവ്യം എനിക്കുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഗുരുവിനെ പോലും അദ്ദേഹം ഭഗവാന് വേണ്ടി മാറ്റിവെച്ചു എന്നാണ്. അങ്ങനെ ആ ഗുരുവിനെ പോലും മാറ്റിവെച്ച ബലിയുടെ സ്നേഹത്തിൽ അത്യധികം പ്രസന്നനായിട്ടുള്ള ഭഗവാനാണ് ഈ പറയുന്ന ആവശ്യം ചോദിക്കുന്നത്. ബലിയുടെ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, അങ്ങേക്ക് എന്താണ് വേണ്ടത്, എൻ്റെ അടുത്ത് നിന്ന് അങ്ങ് എന്താണ് പ്രതീക്ഷിക്കുന്നത്, ഞാൻ അങ്ങേക്ക് 1000 കുതിരകളെ തരട്ടെ, ഈ രാജ്യത്തിൻ്റെ പകുതി തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അല്ലയോ രാജൻ, എനിക്ക് ഇതൊന്നും കിട്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന് തപസ് ചെയ്യാൻ ഒരു 3 അടി മണ്ണ് മാത്രം തന്നാൽ മതി എന്നാണ്. അദ്ദേഹം പല സംഭാഷണങ്ങളുടെയും അവസാനം വാമനമൂർത്തിയുടെ ആവശ്യം അംഗീകരിക്കുന്നു. എങ്കിൽ അങ്ങയുടെ കാലുകൊണ്ട് തന്നെ അത് അളന്നെടുത്താലും എന്ന് പറയുന്നു. ആ സമയത്ത് ആ വാമനരൂപിയായിരുന്ന ഭഗവാനിൽ നിന്ന് ത്രിവിക്രമനായിട്ടുള്ള ഭഗവാന്റെ വളർച്ചയാണ് കാണുന്നത്. ലോകത്തെ മുഴുവൻ അതിക്രമിച്ചുകൊണ്ടുള്ള ആ ഭഗവാന്റെ വിശ്വരൂപമാണ് പിന്നെ ബലി കാണുന്നത്. ഒന്നാമത്തെ കാലുകൊണ്ട്, തൻ്റെ വലത്തെ കാലുകൊണ്ട് ഭൂമി മുഴുവൻ ആ വാമനമൂർത്തി, ആ ത്രിവിക്രമനായിട്ടുള്ള ഭഗവാൻ അളന്നു തീർത്തുന്നതാണ്. രണ്ടാമത്തെ കാലുകൊണ്ട് സ്വർഗവും ആകാശവും അദ്ദേഹം അളക്കാനായി ആ ഇടത്തെ കാല് അങ്ങോട്ട് പൊക്കി എന്നാണ്. ആ പൊക്കിയ സമയത്ത് ആ സാക്ഷാൽ സത്യലോകത്തിരുന്നു കൊണ്ട് ആ പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മദേവൻ ആ ഭഗവാന്റെ കാലുകളെ കഴുകാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ ഇത്, ഭഗവാന്റെ കാലുകളെ എനിക്ക് പരിപോഷിക്കാൻ കിട്ടിയ ഒരു അവസരമാണല്ലോ ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലുള്ള കമണ്ഡലും എടുത്ത് ഭഗവാന്റെ ആ കുഞ്ഞിക്കാലുകളായിരുന്ന വാമനമൂർത്തിയുടെ കാലാണ് കാണുന്നതെന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ല. എങ്കിലും ആ വലിയ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് തൻ്റെ കമണ്ഡലുവിലെ തീർത്ഥം അദ്ദേഹം ഒഴിച്ചു എന്നാണ്. ആ തീർത്ഥം ഭഗവാന്റെ കാലിനെ അഭിഷേകം ചെയ്തുകൊണ്ട് പിന്നീട് അങ്ങോട്ട് അളകനന്ദയായിട്ട് ഒഴുകാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം പറയുന്നത്. വിഷ്ണുപാദത്തിൽ നിന്നാണ് ഗംഗയുടെ ഉത്ഭവം എന്ന് മനസ്സിലാക്കുക. ഗംഗയ്ക്ക് നിരവധിയായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, സവിശേഷതകളുണ്ട്. മഹാദേവൻ്റെ ജടയിൽ നിന്നാണ് വരുന്നതെന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതുപോലെ തന്നെയുള്ളൊരു സങ്കല്പമാണ് മഹാവിഷ്ണുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നിന്നാണ് ഗംഗയുടെ ആദ്യ രൂപമായിട്ടുള്ള അളകനന്ദ, ആദ്യമായിട്ട് അമ്മയുടെ ആ ഒരു പ്രകടത ഉണ്ടാവുന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അളകനന്ദയായിരിക്കുന്ന ഗംഗ എന്തുകൊണ്ടാണ് പരിശുദ്ധയായി തീർന്നത്? അത് വിഷ്ണുപാദത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കൊണ്ടാണ്. ആ ബ്രഹ്മദേവൻ കഴുകിയ തീർത്ഥമാണ് ഗംഗാനദിയിൽ പോയിട്ട് സ്നാനം ചെയ്യുമ്പോൾ ഓർക്കേണ്ടത്. ഞാനിപ്പോൾ സ്നാനം ചെയ്യുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ കാലുകളിൽ നിന്ന് ഉത്ഭവിച്ച്, ഭഗവാൻ മഹാദേവൻ്റെ ശിരസിൽ നിന്ന് ഉത്ഭവിച്ച് നമുക്ക് ഭൂമിയിലേക്ക് ലഭിച്ചിട്ടുള്ള ആ പുണ്യതീർത്ഥത്തിലാണ് ഞാൻ സ്നാനം ചെയ്യുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം ഗംഗയിൽ മുങ്ങാൻ. അല്ലാതെ മുങ്ങുമ്പോൾ നമുക്ക് ആത്യന്തികമായിട്ട് ബാഹ്യമായിട്ടുള്ള ശുദ്ധി മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതോ ഒരു നദിയിൽ കുളിക്കുന്നു, അതിലൂടെ ദേഹത്തെ അഴുക്ക് പോകുന്നു. ഗംഗയിൽ കുളിക്കുന്നത് കൊണ്ട് ദേഹത്തെ അഴുക്ക് പോകുക എന്നുള്ള കർത്തവ്യം മാത്രമല്ല നിറവേറ്റപ്പെടേണ്ടത്. ആത്യന്തികമായിട്ട് മനസ്സിനകത്തുള്ള പാപചിന്തകൾ, മനസ്സിനകത്തുള്ള മോശം വിചാരങ്ങൾ, അതൊക്കെ തന്നെയാണ് ആ അമ്മ ആഗിരണം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത്. അങ്ങനെ അമ്മയ്ക്ക് ആ ചിന്തകളെ ആഗിരണം ചെയ്യാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ അളകനന്ദയുടെ മഹത്വം എന്താണെന്നും വിഷ്ണുപാദത്തിൻ്റെ മഹത്വം എന്താണെന്നും മഹാദേവൻ്റെ ജടയുടെ മഹത്വം എന്താണെന്നും മനസ്സിലാക്കിയാൽ മാത്രമേ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ, അമ്മയെ കൂടുതൽ ശ്രദ്ധയോടുകൂടി പരിപാലിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. ഗംഗാനദി ഇന്ന് നിരവധിയായിട്ടുള്ള പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നിരവധിയായിട്ടുള്ള മലിനീകരണങ്ങളിൽ നിന്ന് ഗംഗയെ വിമുക്തമാക്കാനുള്ള പദ്ധതികൾ നമ്മുടെ ഭരണകൂടങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ രീതിയിൽ മുന്നോട്ട് പോകുമ്പോഴും
ആത്യന്തികമായിട്ട് ഗംഗയുടെ സംരക്ഷണം എന്ന് വെച്ചാൽ ഈ ഭാരതത്തിലുള്ള മുഴുവൻ നദികളിലുള്ള തീർത്ഥവും ഗംഗ തന്നെയാണെന്നാണ് സങ്കല്പം. അതിൻ്റെയൊക്കെ തന്നെ സുരക്ഷിതത്വം നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണെന്ന് ഗംഗാമാതാവിൻ്റെ അളകനന്ദാ സ്വരൂപത്തിലുള്ള ഈ കഥ കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതിനു വേണ്ട ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ആത്യന്തികമായിട്ട് അതെല്ലാം തന്നെ ഗംഗാപൂജയാണ് എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അളകനന്ദയായിരിക്കുന്ന ഭഗവതിയെ നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു കഥ അമ്മയുടെ ആ തീർത്ഥത്തിൽ സമർപ്പിക്കുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരു പ്രദേശത്തെ ജനതയുടെ സംസ്കാരത്തെ നിർണയിച്ചിരുന്ന ഘടകങ്ങളായിരുന്നു ഒരു കാലത്ത് ക്ഷേത്രങ്ങൾ. അവിടുത്തെ പ്രതിഷ്ഠ ദേശത്തിന്റെ ദേവനോ ദേവിയോ ആയിരുന്നു. കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ. അസ്യ ശ്രീരാമകവചസ്യ അഗസ്ത്യ ഋഷി അനുഷ്ഠുപ്ഛന്ത സീതാ ലക്ഷ്മണോപേത ശ്രീരാമചന്ദ്രോ ദേവത. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ ഒരു ശ്രീരാമ വിഗ്രഹം പൂജിച്ചിരുന്നു. ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭഗവാൻ പൂജിച്ചു പോന്ന ശ്രീരാമ വിഗ്രഹം കടലിൽ നിമജ്ജനം ചെയ്തു അത്രേ. ഭാർഗവക്ഷേത്ര ഭൂമിയായ കേരളത്തിലെ ഒരു മുക്കുവന് പിൽക്കാലത്ത് കടലിൽ നിന്ന് ആ വിഗ്രഹം ലഭിച്ചു. ആ വിഗ്രഹം പ്രതിഷ്ഠിച്ച പുണ്യസങ്കേതമാണ് പ്രശസ്തമായ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. രാമ രാമ തൃപ്രയാറിൽ വാഴും രാമ സീത മാനസത്തിൽ മന്ത്രമൊന്നേ രാമ രാമ. ഭാരതത്തിലെ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ പ്രസിദ്ധമാണ് തൃപ്രയാർ ക്ഷേത്രം. കരുവന്നൂർ പുഴയുടെ കൈവഴിയായ തീവ്ര നദിയുടെ തീരത്താണ് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടത്തെ നിശബ്ദ പ്രകൃതി ആരുടെ മനസ്സിലും ആത്മീയ പ്രകാശം തെളിയിക്കുന്നതാണ്. ഭുവനനായക മോഹന സാർവഭൗമ. വാമന അവതാരം സ്വീകരിച്ച മഹാവിഷ്ണു വിശ്വരൂപത്തിലേക്ക് വളർന്നപ്പോൾ ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അത് കണ്ട ബ്രഹ്മാവ് തന്റെ കമണ്ഡലുവിലെ തീർത്ഥത്താൽ പാദത്തിൽ അഭിഷേകം നടത്തി. ആ തീർത്ഥം ഒഴുകി ഭൂമിയിലും വീണു. തിരുപാദം കഴുകിയ ജലം ആറായപ്പോൾ അത് തിരുപ്പാതയാർ എന്ന നാമം ലഭിച്ചു. തിരുപ്പാതയാർ ലോപിച്ച് തൃപ്രയാർ ആയെന്നും വിശ്വാസമുണ്ട്. ഹൃദയപത്മം ഇതളുകൾ നീർത്തി നിൽപ്പൂ രാമ. തൃപ്രയാറപ്പന് അഭിഷേകത്തിനായി വരുണൻ കൊടുത്തയച്ച തീർത്ഥവുമായെത്തിയ ഗംഗാനദി അഭിഷേകത്തിന് ശേഷം തിരികെ പോകാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരുന്നു. ഈ സമയം ദർശനത്തിനായി വന്ന ഭക്തർക്ക് ക്ഷേത്രത്തിലെത്താൻ വഴിയില്ലാതായി. അപ്പോൾ ഭഗവാൻ നദിയുടെ ഗതി തിരിച്ചുവിടുകയും അങ്ങനെ തിരിച്ചുവിട്ട ആറ് എന്ന അർത്ഥത്തിൽ തിരുപ്പുറൈ ആറ് എന്ന് വിശേഷിപ്പിക്കുകയും അത് പിന്നീട് തൃപ്രയാറായെന്നും ഐതിഹ്യമുണ്ട്. എന്നുമേ ആനന്ദമാണയോധ്യാനാഥൻ. കർക്കിടക മാസത്തിലെ പ്രസിദ്ധമായ നാലമ്പല ദർശനത്തിലെ ആദ്യ ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇരിങ്ങാലക്കുടയിലെ ഭരതപ്രതിഷ്ഠയുള്ള കൂടൽമാണിക്യ ക്ഷേത്രം, തിരുമൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം, പായമ്മേലിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ദർശനത്തിലെ മറ്റു ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണൻ പൂജിച്ചിരുന്നു എന്നാണ് വിശ്വാസം. രാമായണ മാസത്തിൽ ഉച്ചപൂജയ്ക്ക് മുൻപ് ഈ 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നത് പുണ്യമായി കരുതി പോരുന്നു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നേതൃസ്ഥാനീയൻ കൂടിയാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി. ശ്രീരാമ രാമ മഹാഭാഗോ ജാനകീപതേ. പൂരങ്ങളുടെ എല്ലാം മാതാവ് എന്നാണ് ആറാട്ടുപൂരം അറിയപ്പെടുന്നത്. തൃശൂർ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 23 ദേവതകൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ആറാട്ടുപൂരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ശ്രീരാമ രാമ രമാരമണ രഘുപതേ. ആസുരിക ശക്തികളായ ഖരൻ, ദൂഷണൻ, ത്രിശിരസ് എന്നീ രാക്ഷസന്മാരെയും അവരുടെ 10,000 പടയാളികളെയും നിഗ്രഹിച്ച ശേഷം രൂപമെടുത്ത മഹാവിഷ്ണുവിന്റെ അത്യുഗ്രമൂർത്തി സങ്കല്പമാണ്
തൃപ്രയാർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക്. ഈ ഉഗ്രഭാവത്തെ ശമിപ്പിക്കാൻ ഭഗവാന്റെ ഇരുവശത്തുമായി ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയെയും സർവം സഹയായ ഭൂമിദേവിയെയും പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോരുന്നു. ചതുർബാഹുവായ ഭഗവാനെ ദർശിച്ചാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അകലുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ അപ്പൻ എന്നും തൃപ്രയാർ തേവർ എന്നും ഭഗവാൻ അറിയപ്പെടുന്നു. 6 അടിയുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് മറ്റ് ശ്രീരാമ വിഗ്രഹങ്ങളിൽ നിന്നും വ്യത്യാസമുണ്ട്. തൃപ്രയാർ തേവരുടെ രൂപം ചതുർബാഹുവായ വിഷ്ണുവിനെ അനുസ്മരിപ്പിക്കുന്നതാണ്. 4 കൈകളിലൊന്നിൽ ശംഖും മറ്റൊന്നിൽ ചക്രവും 3-ാമത്തേതിൽ വില്ലും 4-ാമത്തെ കൈയിൽ ഒരു മാലയും കാണാനാകും. ശംഖ് പാഞ്ചജന്യത്തെയും ചക്രം സുദർശനത്തെയും വില്ല് കോദണ്ഡത്തിന്റെയും പ്രതീകമായാണ് സങ്കല്പിച്ചു പോരുന്നത്. വിഗ്രഹത്തിന്റെ ഒരു കൈയിലുള്ള മാല ബ്രഹ്മചൈതന്യത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ തൃപ്രയാർ തേവർ ത്രിമൂർത്തിഭാവത്തിന്റെ പ്രതീകം കൂടിയാണെന്നും വിശ്വസിക്കുന്നു. രാമം രമാവരം വീരം മനോഹരം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് പുറമെ അനേകം ഉപദേവതകൾക്കും ഇവിടെ പൂജാ പ്രാധാന്യമുണ്ട്. പ്രധാന ശ്രീകോവിലിന്റെ തെക്കേ വാതിലിൽ തെക്കോട്ട് ദർശനമായാണ് ശിവസ്വരൂപനായ ദക്ഷിണാമൂർത്തിയുടെ പ്രതിഷ്ഠ. 2 അടി ഉയരമുള്ള ദക്ഷിണാമൂർത്തി വിഗ്രഹത്തെ ശിവഭാവത്തിലാണ് പൂജിക്കുന്നത്. നാലമ്പലത്തിനകത്ത് 2 ഗണപതി പ്രതിഷ്ഠയുണ്ട് എന്നതും സവിശേഷമാണ്. ധർമ്മശാസ്താവ്, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഹനുമാൻ, ചാത്തൻ തുടങ്ങിയ ഉപദേവതകളുടെ അദൃശ്യ സാന്നിധ്യവും തൃപ്രയാർ ക്ഷേത്രത്തിലുണ്ട്. എവിടെ ശ്രീരാമ മന്ത്രം ഉച്ചരിക്കുന്നുവോ അവിടെ രാമഭക്തനായ ശ്രീ ഹനുമാന്റെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഹൈന്ദവ സങ്കല്പം. എന്നാൽ ഇവിടെ ഹനുമാന്റെ വിഗ്രഹ പ്രതിഷ്ഠയില്ല. ഹനുമാൻ ഈ ക്ഷേത്രത്തിൽ അദൃശ്യ ചൈതന്യമായി എപ്പോഴും ഉണ്ടെന്നാണ് വിശ്വാസം. നമസ്കാര മണ്ഡപത്തിൽ ഒരു നിലവിളക്ക് ഹനുമാനായി കത്തിച്ചു വയ്ക്കും. മാത്രവുമല്ല, ഹനുമാന്റെ പ്രീതിക്കായി രാമായണത്തിലെ സുന്ദരകാന്ഡം നിത്യേന വായിച്ചു പോരുന്നു. നമസ്തേ ധർമ്മപതേ നമസ്തേ സീതാപതേ നമസ്തേ കാരുണ്യാബ്ദേ. കൊടിയേറിയുള്ള ഉത്സവമില്ലാത്തതിനാൽ ഈ ക്ഷേത്രത്തിൽ കൊടിമരമില്ല എന്ന പ്രത്യേകതയുമുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ വെളുത്ത ഏകാദശി ആചരിക്കുമ്പോൾ വൃശ്ചികത്തിലെ കറുത്ത ഏകാദശി ദിവസം നടക്കുന്ന തൃപ്രയാർ ഏകാദശി ഉത്സവം സവിശേഷമാണ്. കതിനവെടി വഴിപാട് തൃപ്രയാർ തേവർക്ക് പ്രിയപ്പെട്ട വഴിപാടായി കരുതിപ്പോരുന്നു. സീതാ അന്വേഷണത്തിന് ശേഷം എത്തിയ ഹനുമാനെ ആഘോഷപൂർവ്വം സ്വീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് കതിനവെടി വഴിപാട് നടത്തിവരുന്നത്. ജീവിതയാത്രയിൽ വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് കതിനവെടി വഴിപാട് ഭക്തർ നടത്തിവരുന്നത്. അതുപോലെ തന്നെ എല്ലാവിധ ദുഷ്ടസ്വാധീനങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ ചാത്തൻ ഭണ്ഡാരം വഴിപാട് ഇവിടെ നടത്തിവരുന്നു. വഴിപാടുകളിൽ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മീനൂട്ട്. ക്ഷേത്രത്തിന് മുൻപിലൂടെ ഒഴുകുന്ന പുരയാറിലെ മത്സ്യങ്ങളെ ഊട്ടുന്നത് തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ മത്സ്യങ്ങൾ തേവർക്ക് പ്രിയപ്പെട്ടവരാണെന്നും അവരെ ഊട്ടുന്നതിലൂടെ തേവരെ പ്രീതിപ്പെടുത്താമെന്നാണ് വിശ്വാസം. ഭഗവാന്റെ ആദ്യ അവതാരമായ മത്സ്യ അവതാരത്തെ ഊട്ടുന്നു എന്ന സങ്കല്പവുമുണ്ട് ഇതിന് പിന്നിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം മീനൂട്ട് നടത്തിയിരുന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഹൈന്ദവ സംസ്കൃതിയിലെ വ്യത്യസ്ത ആചാര അനുഷ്ഠാനങ്ങളും ദേവതാസങ്കല്പങ്ങളും ഏകമായ അദ്വൈത ദർശനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മഹാക്ഷേത്ര സന്നിധിയാണ് തൃപ്രയാർ ശ്രീരാമക്ഷേത്രം. ഇവിടെ എത്തി ഭഗവാനെ തൊഴുതു വണങ്ങുന്ന ഭക്തർക്ക് ലഭിക്കുന്നത് ഒരായുസിലെ തപസ്സിന്റെ പുണ്യവും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് സ്വീകരിക്കുക, ബാക്കി കോടാനുകോടി സഹജീവികൾക്ക് മാറ്റിവെക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.